Good morning. Good morning. Good morning. Okay, നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? ഓക്കെ, എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ആയി ഒബ്ജക്റ്റീവ്സ്? കംപ്ലീറ്റ് ആയല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? അവിടെ വരെ ഓക്കെ ആണോ? ശരി, ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ, ഡയറ്റീഷ്യൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. Dietitians are health professionals ideally skilled in implementing and altering good routines of an individual or population. ഒന്നണ്ടല്ലേ ചെയ്തിട്ടേ, ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയാൻ എന്താണ്? ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അല്ലെ, ആരോഗ്യ വിദഗ്ധരാണ്. Ideally skilled in implementing and altering good routines of an individual or population. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ നല്ല ആരോഗ്യ പ്രവർത്തനം, ഇപ്പൊ നല്ല റൊട്ടീൻസ് അല്ലെ, നല്ല ദിനചര്യങ്ങള് നടപ്പിലാക്കാനും അവരുടെ നിലവിലുള്ള ദിനചര്യകളിൽ മാറ്റം വരുത്താനൊക്കെ നല്ല ഐഡിയലി സ്കിൽഡ് ആയിട്ടുള്ള, മികച്ച രീതിയിൽ കഴിവുകളുള്ള ആരോഗ്യ വിദഗ്ധരെയാണ് നമ്മൾ ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ ഈസ് ദ വൺ who manages the preparation of therapeutic or other diets for individuals or groups in hospital or institutions or other establishments and for workers in particular sectors. അവിടെ വരെ വലിയൊരു ലെങ്തി സെന്റൻസ് ആണ്, അവിടെ വരെ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ who manages the preparation of, ഇപ്പൊ ചികിത്സാപരമായിട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഡയറ്റുകളാവാം, മറ്റ് ഡയറ്റുകളാണെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഡയറ്റുകളുണ്ടല്ലോ. അപ്പൊ അല്ലാത്ത രീതിയിലുള്ള ഡയറ്റുകളോ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റേതെങ്കിലും സ്ഥാപനത്തിനോ മറ്റെന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്ക് സ്റ്റേഷൻസിനോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ വേണ്ടിയിട്ടോ, ഓഫീസിലെ ജീവനക്കാർക്കോ ഗ്രൂപ്പായിട്ടുള്ളവർക്കോ ആ പർട്ടിക്കുലർ സെക്ടേഴ്സ്, എന്തെങ്കിലും പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യുന്ന, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റു വർക്കേഴ്സിനൊക്കെ വേണ്ടി ഒരു മറ്റേതെങ്കിലും ഡയറ്റ് ആവാം, അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള ഡയറ്റുകളാവാം, അത് തയ്യാറാക്കാനും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആരാണ് ചെയ്യുന്നത്? ഒരു ഡയറ്റീഷ്യൻ തന്നെയാണ്. ആൻഡ് ഹി ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ്. ആ ഒരു ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഡയറ്റ് പ്രകാരം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും തയ്യാറാക്കണം. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ഡയറ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തൊക്കെ വിഭവങ്ങൾ അതിലുണ്ടാവണം അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് അവരത് സെലക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടത്, അതിനനുസരിച്ച് കൃത്യമായ ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കി ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് നൽകുകയും ചെയ്യുന്നു. And discharges duties connected with nutrition programs and may be liable for food purchasing on behalf of an organization or establishment. അതുപോലെ തന്നെ discharges duty connected with nutrition program. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അല്ലെ. ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഓരോ ഫുഡുകളുടെയും ന്യൂട്രീഷ്യസ് വാല്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഡേയ്സുമായി സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമുകൾ, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നടത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ചുമതലയിൽ വരുന്നതാണ്? ഒരു ഡയറ്റീഷ്യന്റെ ചുമതലയിൽ വരുന്ന കാര്യങ്ങളാണ്. And also they may be liable for food purchasing on behalf of an organization or establishment.
എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പലതരത്തിലുള്ള ഫുഡുകൾ ഇൻപേഷ്യൻസിനും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കാറ്ററിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫുഡുകൾ എന്തൊക്കെ വേണം അത് പർച്ചേസ് ചെയ്യാനും അതിനുള്ള ഒരു ബാധ്യസ്ഥതയൊക്കെ ഒരു ഡയറ്റീഷ്യൻ തന്നെയാണ്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഒരു ഡയറ്റീഷ്യൻ എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഡയറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? Are healthy professionals ideally skilled in implementing and altering good routines of an individual or population. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ നല്ല ദിനചര്യകള് നടപ്പിലാക്കാൻ, അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള ദിനചര്യകളിൽ മാറ്റം വരുത്താൻ, മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നല്ല മികച്ച രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ വിദഗ്ധരാണ് dietitians എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ പോയിന്റ്, a dietitian is the one who manages the preparation of therapeutic or diets for individuals or group or hospitals, institutions, other establishment and for workers in particular sector. ഒരു പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഓഫീസോ കാര്യങ്ങളോ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്കോ വേണ്ടിയിട്ട് ചികിത്സാപരമായിട്ടുള്ള ഡയറ്റ് ആവാം, അല്ലാത്ത മറ്റു ഡയറ്റുകളൊക്കെ തയ്യാറാക്കാനായിട്ടും അത് മാനേജ് ചെയ്യുന്നതിനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഡയറ്റീഷ്യനായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകിയാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് സെലക്ട് ചെയ്യണം, അതിനുള്ള കൃത്യ നിർദ്ദേശങ്ങൾ നൽകണം, അതുമായി ബന്ധപ്പെട്ട ആ ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ശരിയായ രീതിയിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അതിനനുസരിച്ച് കൃത്യമായ മേൽനോട്ടങ്ങൾ വഹിക്കേണ്ടത് ഒരു ഡയറ്റീഷ്യൻ ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം. അതുപോലെ തന്നെ ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്. ആ ഒരു സ്ഥാപനം ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ അവിടെ ന്യൂട്രീഷൻ ബേസുമായി ബന്ധപ്പെട്ടും അല്ലാത്ത രീതിയിലൊക്കെ പലതരത്തിലുള്ള ന്യൂട്രീഷണൽ പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അവിടെ നടപ്പിലാക്കാനും അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാനും അതവിടെ നടപ്പിലാക്കുന്നതിനുള്ള ചുമതല ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും. Then may be liable for food purchasing on behalf of an organization or establishment. ആ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പോലെ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫുഡുകൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉള്ള ബാധ്യത ആ ഡയറ്റീഷ്യൻ തന്നെയായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? നാല് പാരഗ്രാഫ് ക്ലിയർ ആണോ? എന്താണ് ഡയറ്റീഷ്യൻ അവരുടെ റെസ്പോൺസിബിലിറ്റി? ഓക്കെ. Then next one, what is the importance of dietary management? ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? A healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു നല്ലൊരു ജീവിത ശൈലി, നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ബൈ സസ്റ്റൈനിങ്, എന്ത് നിലനിർത്തണം നമ്മുടെ ലൈഫില്, എന്ത് നിലനിർത്തണം? ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം അല്ലെ? And keeping in consideration to meet all the essential nutrients needed by the body. എന്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം? നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. And a proper meal plan helps to achieve ideal body weight and lower the risk of
chronic diseases like diabetes, cardiovascular and other types of cancer. ഒരു ശരിയായ ഭക്ഷണക്രമം നമ്മൾ നിലനിർത്തുന്നതിലൂടെ helps to achieve ideal body weight. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് വളരെ അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും അല്ലെ? ഐഡിയൽ ആയിട്ട് നമ്മുടെ ഹൈറ്റിനും വെയിറ്റും ചേരുന്ന രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ പറ്റും. And lower the risk of chronic diseases like diabetes, cardiovascular and other types of cancer. അപ്പൊ ഇങ്ങനെ നല്ലൊരു ഭക്ഷണക്രമം, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മാത്രമല്ല നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത്, അതിലൂടെ മറ്റ് പല അസുഖങ്ങളും അല്ലെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ ഇപ്പോ വളരെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, ഇപ്പൊ ഡയബറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, മറ്റ് ക്യാൻസറുകൾ പോലുള്ള പല രോഗങ്ങളുടെയും ആ ഒരു അപകട നില അല്ലെങ്കിൽ ആ ഒരു അപകട സാധ്യത നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. ആ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ അനിവാര്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നിലനിർത്തുന്നതിലൂടെയാണ് നമ്മൾ നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നേടിയെടുക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു മീൽ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം നമ്മൾ നേടിയെടുത്താൽ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് അതിലൂടെ ഒരു നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കാര്യങ്ങൾ അത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഡയബറ്റീസ്, അതുപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, മറ്റ് ക്യാൻസേഴ്സ് മുതലായവയുടെയൊക്കെ അപകട സാധ്യതകളും നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? വായിച്ച? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഡയറ്റുകളെ കുറിച്ചൊന്നും പറയുന്നില്ല, കുറച്ച് എക്സാമ്പിൾ, ഒരു 7 മാത്രമേ കൊടുക്കൂ. ഇത് മാത്രമല്ല, അല്ലാതെയും ഒത്തിരി ഡയറ്റുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡയറ്റുകളുടെ എക്സാമ്പിളുകൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ലേ. അത് ഓരോന്നും എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കണ്ട. ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കാർഡിയാക് ഡയറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ആരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും? ആരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഒരു കാർഡിയാക് ഡയറ്റ്? ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോള് ഇൻടേക്ക്, ഇതൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് അതും വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ്. ഇതിൽ സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ മുതലായവയൊക്കെ അതിന്റെയൊക്കെ ഇൻടേക്ക് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ്. ക്ലിയർ ആണോ? കാർഡിയാക് ഡയറ്റ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? ഏത് ഓർഗനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? റീനൽ. വെരി ഗുഡ്. കിഡ്നി അല്ലെ? കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഡയറ്റ് എന്നത് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. റീനൽ ഡയറ്റിനെ കിഡ്നി ഡയറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്.
റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകള്, ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഫോളോ ചെയ്ത് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവര്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകള്, അങ്ങനെയുള്ള പേഷ്യൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവരുടെ ബോഡിയിലെ മിനറൽസ് ഒക്കെ ഫ്ലൂയിഡ് ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്താണെന്നുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ. തേർഡ് വൺ ആണ് ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ലെ. സോഡിയത്തിന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ലോ സോഡിയം എന്ന് പറയുന്നത് എന്താണ്? reduce the amount of sodium in their diet അല്ലെ. ഡയറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഇൻടേക്കില് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമമാണ്. അത് എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും സോഡിയത്തിന്റെ അളവ് കുറവ് വേണ്ടത്? ഹൈ ബി പി ഒക്കെ ഉള്ളവർക്ക് അല്ലെ, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആളുകൾക്ക് സോഡിയം ഒക്കെ അധികം കഴിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹൈ ബി പി ഒക്കെ ഉള്ള ആളുകള്, ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആളുകള് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഫോർത്ത് വൺ ആണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഡയറ്റിൽ ഉൾപ്പെടുന്ന ഫുഡുകൾ എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിരിക്കും അല്ലെ, വളരെ സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഈസി ടു ഡൈജസ്റ്റ്, പെട്ടെന്ന് ദഹിക്കുന്നവയായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മളോട് പറയാറുണ്ട് ഡോക്ടേഴ്സ് അല്ലെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ, സ്റ്റമക് ഡിസീസ് ഉള്ള ആളുകൾക്ക് ഒക്കെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയും അല്ലെ, പറയാറില്ലേ? പെട്ടെന്ന് ദഹിക്കുന്ന അല്ലെ, പെട്ടെന്ന് ദഹിക്കുന്ന വളരെ സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സോഫ്റ്റ് ഡയറ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഡയബറ്റിക് ഡയറ്റ്. അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. ഡയബറ്റിക് പേഷ്യൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക്. അതെ, ഷുഗർ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ, ഷുഗർ ആയിട്ടുള്ള ആളുകൾക്ക്, ഡയബറ്റീസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫുഡിലാണ്, ആ ഡയറ്റിലുള്ള ഫുഡുകൾ എങ്ങനെയായിരിക്കും? റിച്ച് ഇൻ പ്രോട്ടീൻസ് ആയിരിക്കും അല്ലെ. ഡെയിലി റൊട്ടീൻസ്, നമുക്ക് ദിവസേനയുള്ള ദിനചര്യകൾക്ക് അല്ലെങ്കിൽ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന രീതിയിലുള്ള പ്രോട്ടീൻസ്, റിച്ച് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കും ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും അത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രോട്ടീൻ ഡയറ്റുകൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. പ്രഗ്നന്റ് ലേഡീസിന് പറയാറുണ്ട് ബോൺസ്. ഇപ്പൊ എന്താണ് നമ്മുടെ എക്സസൈസുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രോട്ടീൻ ഡയറ്റുകൾ ഫോളോ ചെയ്യാറില്ലേ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ അത്? പ്രോട്ടീൻ ഷേക്കുകളൊക്കെ കുടിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ലാസ്റ്റ് വൺ ആണ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കും. ഇതില് മറ്റേ സോളിഡ് ആയിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ പേഴ്സൺസ് ഈറ്റ് ചെയ്യുന്നതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? ഇപ്പൊ സൂപ്പോ ജ്യൂസസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള ലിക്വിഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പൊ പ്രത്യേകമായിട്ട് ഇപ്പൊ നമുക്ക് എന്താണ് ഭക്ഷണം ചവച്ച് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മള് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ അല്ലേ കൊടുക്കാം അല്ലെ. ലിക്വിഡ് അല്ലാത്ത രീതിയിൽ ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടേക്കാം. നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ലിക്വിഡ് ഡയറ്റുകൾ ഫോളോ ചെയ്യാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. ഇതല്ലാതെ ഒത്തിരി ഡയറ്റുകളുണ്ട്. ഇത് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് ഡയറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്, സെക്കൻഡ് വൺ റീനൽ ഡയറ്റ്, തേർഡ് വൺ ലോ സോഡിയം ഡയറ്റ്, ഫോർത്ത് വൺ സോഫ്റ്റ് ഡയറ്റ്, ഫിഫ്ത് വൺ ഡയബറ്റിക് ഡയറ്റ്. അപ്പൊ ചോദിക്കാം, ഒരു ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാൻ ഏതാണ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഏതാണ്? ഏതാണ്? ഡയബറ്റിക് ഡയറ്റ് ആണ് അല്ലെ. ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവര് ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഏതാണ്? കാർഡിയാക് ഡയറ്റ് ആണ് അല്ലെ. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഏതാണ്? ഏതാണ്? റീനൽ ഡയറ്റ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വരിക കേട്ടോ. അങ്ങനെ ചോദിച്ചാലും അല്ലെങ്കിൽ ഇപ്പോ എക്സാമ്പിളുകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാലോ വെച്ചോളൂ അല്ലെ. ആ ഒരു 7 എണ്ണത്തിന്റെയും പേരുകളൊന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് വൺ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം ഹോസ്പിറ്റലിൽ ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ. അതുപോലെ അതിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. It is on the ground floor that this department is preferably located. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാം, ചില ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ ക്യാൻറ്റീൻസ് ഒക്കെ മുകളിലത്തെ ഫ്ലോറിലൊക്കെ ആയിരിക്കും കണ്ടിരിക്കുക അല്ലെ. എല്ലായിടത്തും താഴത്തെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാണണമെന്നില്ല ഇല്ലേ. ചില ഹോസ്പിറ്റലിൽ നിങ്ങൾ മുകളിലത്തെ ഫ്ലോറിലൊക്കെ കണ്ടു കാണും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്താ അവസ്ഥ ഇവിടെ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണല്ലോ പറയുന്നത്, പക്ഷെ മിക്ക ഹോസ്പിറ്റലിലും ചിലപ്പോ നമ്മൾ മുകളിലെ ഫ്ലോറിൽ അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിലോ ഫോർത്ത് ഫ്ലോറിലോ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലേ. കാരണം അവിടേക്ക് സാധനങ്ങൾ തയ്യാറാക്കാനുണ്ട്, അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പക്ഷേ ചില ഹോസ്പിറ്റലുകളില് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയറ്ററിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോഴാണ് അവർ മറ്റു ഫ്ലോറുകളിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം പ്രിഫറബിളി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ് ആൻസർ വരിക? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് കേട്ടോ. അതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും അനുയോജ്യമായുള്ള ഇടം. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഭക്ഷണം പാചകം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇതൊക്കെ പാചകം ചെയ്യണം. ഇതൊക്കെ കൊണ്ടുവരുന്നത് ഒരു 2ാം നിലയിലോ 3ാം നിലയിലൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവാതെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഇടം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് കേട്ടോ. മനസ്സിലപ്പോ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പക്ഷേ നമുക്ക് സ്ഥലത്തിന്റെ പരിമിതികൾ മൂലം അല്ലെ, ചിലപ്പോൾ താഴെ നമുക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ അതിനുള്ള ഒരു സ്ഥല സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് 2ാം നിലയിലോ 3ാം ഫ്ലോറിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ അത് സ്ഥാപിക്കുന്നത്. Clear or no? Then the design and the physical facility of the department have an importance on the standard of food service, labor cost and the morale of employees. അതുപോലെ തന്നെ ഏതൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെയും അവിടെ അതിന്റെ ആ ഒരു ഡിസൈൻ, അതിന്റെ ആ ഒരു രൂപകൽപ്പന, and the physical facilities, അതിന്റെ ആ ഒരു ഭൗതിക സൗകര്യങ്ങൾ of the department have an importance. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? The standard of food service. അല്ലേ? ഇത് നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി. അതേസമയം നമ്മൾ സാധാരണ ഒരു ചെറിയ ഹോട്ടലിലും പോയി. അതിന് രണ്ടിന്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഇല്ലേ? ഒരുപാട് വ്യത്യാസം. ഒരുപോലെയല്ല. അവിടുത്തെ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുപോലെ അവിടുത്തെ ലേബർ കോസ്റ്റുകൾ അല്ലെ, തൊഴിലാളികളുടെ വേതനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, തൊഴിലാളികളുടെ കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റില്ലേ? നല്ല ഫുഡ് സർവീസുകൾ കൊടുക്കുന്നത് എവിടെയായിരിക്കും? സാധാരണ ഒരു ഹോട്ടലിലാണോ അതോ ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ ഹോട്ടൽസിലായിരിക്കും? ഫുഡ് സർവീസ് കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും ടേസ്റ്റും ഒന്നും അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഫുഡ് സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. എവിടെയായിരിക്കും? എങ്ങനെയാ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറ, എന്നാലല്ലേ നമുക്ക് പറയാം. ഒരു മികച്ച ഹോട്ടലിൽ തന്നെയായിരിക്കും അല്ലെ. അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അവർ നമ്മുടെ അടുത്ത് വന്ന സാറെന്ന് വന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒക്കെ ചെയ്തു തരാനായിട്ട് ഓരോ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അല്ലെ. ശരിയല്ലേ? അതേസമയം ഒരു സാധാരണ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇതേ ഫെസിലിറ്റി ഒന്നും ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. നല്ല ഫുഡ് സർവീസുകളോ കാര്യങ്ങളോ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം അവിടെ അവരുടെ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കും, മറ്റു രീതിയിൽ ചിലപ്പോൾ തിരക്കുകളോ ഉള്ളപ്പോൾ നമ്മളെ ചിലപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ചുറ്റും നടന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ അവരുടെ ലേബർ കോസ്റ്റ് എങ്ങനെയായിരിക്കും? സാലറീസ് ഓഫ് ദ വർക്കേഴ്സിന്റെ സാലറി എങ്ങനെയായിരിക്കും? ഒരു സാധാരണ ഹോട്ടലിലാണോ അതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും കൂടുതല്? സാലറി മാത്രമല്ല അവരുടെ വർക്കേഴ്സിന്റെ എണ്ണവും വർധനവുണ്ടാവും അല്ലേ. എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയായിരിക്കും. കാരണം അവരുടെ കാരണം അതിനനുസരിച്ചുള്ള തുക അവിടുത്തെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ നിന്നും അവർ ഈടാക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ സാലറിയുടെ വ്യത്യാസം ഉണ്ടാവും. മൊറൽ ഓഫ് ദി എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവല് എവിടെയായിരിക്കും കൂടുതല്?
എവിടെയായിരിക്കും കൂടുതല്? ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണോ അതൊരു സാധാരണ ഹോട്ടലിലാണോ എംപ്ലോയീസ് നല്ല കോൺഫിഡൻസോടുകൂടി നമുക്ക് സംസാരിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നത്? എവിടെയാണ്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ്. അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഡിസൈൻ, അവിടുത്തെ ആ ഒരു ഭൗതിക സൗകര്യങ്ങൾ അതെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത്? അവിടുത്തെ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ലെവലില്, അവരുടെ സാലറിയില്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഫുഡ് സർവീസിലും അത് ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെയും ഒരു നമ്മുടെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ബിൽഡ് ചെയ്യുമ്പോ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അവിടെ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ കൊടുക്കണം. അതിനനുസരിച്ചുള്ള ഒരു ഫിസിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് എന്തിനെ കൃത്യമായിട്ട് ബാധിക്കും? അതിനനുസരിച്ച് നല്ല ഫുഡ് സർവീസുകൾ അവിടുത്തെ എംപ്ലോയീസ് നൽകും, നല്ല രീതിയിലുള്ള ലേബർ പോസ്റ്റുകൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അതിനൊരു പോസിറ്റീവ് വശമാണ് എംപ്ലോയീസ് നല്ലൊരു കോൺഫിഡൻസും അതിനനുസരിച്ചൊരു മനോവീര്യം അല്ലെങ്കിൽ ഒരു മുറയിലും വർദ്ധിക്കും എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ഫിസിക്കൽ ഫെസിലിറ്റി എത്രത്തോളം മികച്ചതാകുമോ അതിനനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസിന്റെ കോൺഫിഡൻസിലും അതുപോലെ തന്നെ അവരുടെ ലേബർ പോസ്റ്റുകളിലും ഫുഡ് സർവീസുകളിലും മാറ്റങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആയോ? ഇതൊരു നിലവാരമുള്ളതായിട്ട് മാറുകയും ചെയ്യും. ക്ലിയർ ആണോ അത്? ഇവിടെയും എപ്പോഴും ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ നല്ല ഡിസൈൻ ആയിരിക്കണം, നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണുള്ളതെങ്കിൽ അത് ഇതിന്റെ ഒരു നിലവാരമുള്ള ഫുഡ് സർവീസ് കൊടുക്കാനും നല്ല ലേബർ പോസ്റ്റുകളും അതുപോലെ എംപ്ലോയീസിന്റെ മൊറൈൽസും അല്ലെങ്കിൽ കോൺഫിഡൻസും ഒക്കെ വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ക്ലിയർ ആണോ അത്? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ്. ഇത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളുടെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇതില് ചോദിക്കാവുന്ന ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഏതൊരു ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ടും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കൂടുതൽ വരിക. ഒന്നാമത്തെ കാര്യം, ഈ ഫ്ലോ ചാർട്ടുകൾ തന്നിട്ട് അതിന് ശരിയായവ ചൂസ് ചെയ്യാൻ പറയും. ശരിയായ ഒരെണ്ണം ചൂസ് ചെയ്യാം. അപ്പൊ ഇതില് ഓർഡേഴ്സ് ഒക്കെ തെറ്റിച്ചു തരാം. ഇപ്പൊ ഫസ്റ്റ് ചീഫ് ഡയറ്റീഷ്യൻ ആവാം, അതിനുശേഷം ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആവാം. അങ്ങനെ ഓർഡർ തെറ്റിച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ടുകൾ തരും. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറയും. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഫ്ലോ ചാർട്ട് ഏതാണോ അത് ചൂസ് ചെയ്യാൻ പറയാം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെയും കീഴിലുള്ള ആളുകൾ ആരൊക്കെയാണ്. ഇപ്പൊ ഒരു മെഡിക്കൽ സൂപ്രണ്ടിന് കീഴിൽ വരുന്ന ആൾ ആരാണ്, അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസേഴ്സിന് കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്. മനസ്സിലായോ? അങ്ങനെ ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു സൂപ്പർവൈസറിന്റെ കീഴിൽ ആരാ വരുന്നേ? കുക്ക്, ബെയറേഴ്സ്. രണ്ടെണ്ണം ഓപ്ഷനിൽ ഉണ്ടാവും. ബോത്ത് എ ആൻഡ് ബി ഉണ്ടാവും. അപ്പൊ ഏത് ആൻസർ ചൂസ് ചെയ്യേണ്ടേ? ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് ഓരോന്നും കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒക്കെ മിസ്സായി കൊടുക്കും, ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും. എന്നിട്ട് ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളവിടേക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് എഴുതാൻ പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ആ 3 പാറ്റേൺസ് ആണ് സാധാരണയായിട്ട് ഈ പറയുന്ന ഫ്ലോ ചാർട്ടുകളിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കൃത്യമായ ഓർഡറുകൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് തന്നെ നോക്കിയിട്ട് അതിന്റെ ആ ഒരു ഓർഡർ ഒന്ന് കൃത്യമായിട്ട്, വളരെ ചെറിയൊരു ഫ്ലോ ചാർട്ടുകൾ അല്ലേ, അപ്പൊ അതിന്റെ ഓരോരുത്തരുടെയും കീഴിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ആ ഒരു ഓർഡർ അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മെഡിക്കൽ സൂപ്പറിന്റെ കീഴിൽ ചീഫ് ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. ചീഫ് ഡയറ്റീഷ്യന് കീഴിൽ ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ സൂപ്പർവൈസർ. സൂപ്പർവൈസേഴ്സിന് കീഴിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. കുക്കും ഉണ്ട്, ബെയറേഴ്സും ഉണ്ട്. ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ,
ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ അവരെയാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കുക്കിന് കീഴിൽ അസിസ്റ്റന്റ് കുക്കുമാരുണ്ടായിരിക്കും, ബെയറേഴ്സിന് കീഴിൽ ക്ലീനേഴ്സ് ഉണ്ടായിരിക്കും, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇത്രയും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള സ്റ്റാഫുകളാണ് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസേഴ്സ്, അവരുടെ കീഴിൽ കുക്ക്, ബെയറേഴ്സ്, കുക്കിന് കീഴിൽ അസിസ്റ്റന്റ് കുക്ക്, ബെയറേഴ്സിന് കീഴിൽ ക്ലീനേഴ്സ്. ഇത്രയും ആ ഒരു 3 രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ആ ഓർഡർ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കും കേട്ടോ. വേഗം ഒന്ന് നോക്കി. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ വളരെ എളുപ്പത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ കുറച്ച് റോളുകളാണ്. പ്രധാനമായിട്ടും 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഈ 4 എണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് ഡയറ്റീഷ്യന്റെ റോൾ എന്തായിരിക്കും? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് meals to the patients who are admitted in the hospital. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്, it deals with the provision of meals to the patients who are admitted in the hospital. Hospital admit ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ പേരിൽ തന്നെ കണക്ട് ചെയ്യാലോ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? And it should be a balanced diet and that provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habit of patients in the state. എപ്പോഴും ഒരു പേഷ്യൻസിന് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണോ നമ്മൾ കൊടുക്കുന്നത്? ആണോ? അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഒരു പേഷ്യന്റ് ആവുമ്പോ? ഇല്ല അല്ലെ. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരമായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? അവർക്ക് മതിയായിട്ടുള്ള ന്യൂട്രീഷൻസും മതിയായ സഫിഷ്യന്റ് കലോറീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ രോഗാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ ആവശ്യകതകളുണ്ടോ അതിനനുസരിച്ച് എല്ലാ രീതിയിലും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോർമൽ ഫുഡ് ഹാബിറ്റ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ ഓരോ സംസ്ഥാനത്തും ഓരോരോ ഫുഡ് ഹാബിറ്റുകളുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഫുഡ് ഹാബിറ്റ് അല്ല അടുത്ത മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ അല്ലെ. ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള തനി നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകളുണ്ട് അല്ലെ. ഉണ്ടോ? എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയാണ്. നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഏതാ? നമ്മുടെ ഫുഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അരി, ചോറ് അല്ലെ. ചില ആളുകൾക്ക് ചോറൊന്നും തിന്നാതെ ഉറങ്ങാനേ പറ്റില്ല അല്ലെ. അങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റിലാണ് നമ്മൾ വളർന്നത്, ജനിച്ചതൊക്കെ അല്ലെ, ജനിച്ചത് വളർന്നതൊക്കെ. അപ്പൊ അത് ആ ഒരു ഫുഡ് ഹാബിറ്റ് പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റും, എന്നാൽ പോലും അത് പോസിബിൾ ആയിട്ട് കാര്യമില്ല. അതേസമയം ഒരു നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി വീറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. റൈസിനേക്കാൾ കുറച്ചുകൂടി വീറ്റിനല്ലേ ഒരു പ്രാധാന്യം, ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവരുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ് പെട്ടെന്ന് ഒരു ദിവസം അവരോട് ചോറെടുത്ത് കൊടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. നമുക്ക് തിരിച്ച് നമുക്ക് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ അങ്ങനെ അവരുടെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള നോർമൽ ഫുഡ് ഹാബിറ്റുകളുണ്ട്. അപ്പൊ ആ നോർമൽ ഫുഡ് ഹാബിറ്റ് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളെ ആദ്യം വരുത്താൻ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അങ്ങ് വലിയ പരിഷ്കരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് പേഷ്യൻസിന് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഫുഡ് ഹാബിറ്റ്. അപ്പൊ അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, ആവശ്യമായ ന്യൂട്രീഷണൽ കെയറുകള്, സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറീസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ രോഗത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു
ബാലൻസ്ഡ് ഡയറ്റ് തയ്യാറാക്കുകയും അത് പ്രിപ്പയർ ചെയ്ത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നൽകുകയുമാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്? എപ്പോഴും ആ പേരിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇൻപേഷ്യൻസ് ആരാന്ന് നമുക്കറിയാം അല്ലെ? അഡ്മിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. അവരുടെ രോഗാവസ്ഥകൾ പരിഗണിച്ച്, അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണെന്ന് പരിഗണിച്ച്, അവർക്ക് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ് എന്തെങ്കിലും ഉണ്ടോ, മതിയായിട്ടുള്ള കാലറീസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മള് ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ക്ലിയർ അല്ലേ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ആണ് ഡയറ്റ് കൗൺസിലിംഗ്. നമുക്കറിയാം അല്ലെ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുകളിൽ ഡയറ്റ് കൗൺസിലിംഗുകൾ നൽകാറുണ്ട്. ശരിയല്ലേ? അത് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ അല്ലെ? ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. ഡയറ്റ് ക്ലിനിക്കുകൾ പോലെയുള്ള രൂപേണയാണ് നമ്മൾ ഒരു ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ നൽകാറ്. When patients are referred by clinicians to dietitian to calculate their dietary needs in view of body weight, underlying disease, food habits, availability and acceptability of various foods depending upon the economic condition of each patient. അപ്പൊ നമുക്കറിയാം ഒരു ഡയറ്റീഷ്യൻ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇപ്പൊ നമുക്ക് പറയാം ഒരു ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് വന്നിരിക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു ഡയറ്റീഷ്യനെ പോയാണോ കൺസിഡർ ചെയ്യാം? ആണോ? ആദ്യം തന്നെ നമ്മൾ ഓടി ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്കാണോ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പോവാ? അല്ല. ഒരു ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരാദ്യം ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൺസിഡർ ചെയ്യും അല്ലെ? അതിനുശേഷം അവരൊരു ഡയബറ്റോളജിസ്റ്റ് ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ, അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഡയബറ്റോളജിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യും അല്ലെ? അവരെ കൺസൾട്ട് ചെയ്യും. അവരെ കൺസൾട്ട് ചെയ്ത് ആ ക്ലിനിഷ്യൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്യും, നമ്മളെ ആവശ്യമാണെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ശരിയല്ലേ? ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് എപ്പോഴും റെഫർ ചെയ്താണ് പേഷ്യൻസ് വരിക അല്ലെ? ഒരിക്കലും നമ്മൾ നേരെ ഡയറ്റീഷ്യന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരെ കൺസൾട്ട് ചെയ്യല്ല. ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ചെയ്യാം അല്ലെ? അതേസമയം ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ഏത് ഡോക്ടറാണോ നമ്മളെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നത്, ആ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് നമ്മൾ ആ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് നമ്മൾ വിടുന്നു. അങ്ങനെ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ അവരാദ്യം അവരുടെ ഡയറ്ററി നീഡ്സ് എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ആ പേഷ്യൻസിന്റെ അണ്ടർലൈൻ ഡിസീസ് എന്താണ്, ഏത് രോഗാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അവരുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണ്, അതുപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ്, അവരുടെ ആ ഫുഡിന്റെ അവൈലബിലിറ്റി, എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവർക്ക് ലഭ്യമാണോ, എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് സ്വീകാര്യമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യൻസിന്റെ സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കി അതിനനുസൃതമായിട്ടാണ് ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡയറ്റ്, ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിന്റെ വെയിറ്റ് നോക്കി, അവരുടെ രോഗാവസ്ഥകൾ മനസ്സിലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഡയറ്റീഷ്യന്റെ ഡയറ്റ് തയ്യാറാക്കി നൽകി. ആ ഡയറ്റ് തയ്യാറാക്കിയതില് കുറെ കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് ലഭ്യമല്ലാത്തതുണ്ടാകും. ശരിയല്ലേ? ചില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോ ചില ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും നമ്മുടെ നാട്ടിലധികം കിട്ടാത്ത സാധനങ്ങളാണ്. എങ്കിൽ അത് ആ ഒരു ഡയറ്റ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? ആ ഒരാൾക്ക് അത് വാങ്ങാനോ അല്ലെങ്കിൽ ലഭ്യമാവുന്നില്ല. അപ്പൊ ആ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഡയറ്റുകൾ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങള് ചില ആളുകൾക്ക് അലർജീസും കാര്യങ്ങളും ഉള്ളവരുണ്ട് അല്ലെ? ഇല്ലേ? അത് അക്സെപ്റ്റബിലിറ്റി, അവർക്കത് ചിലത് സ്വീകാര്യമായിരിക്കില്ല. ചില ഭക്ഷണങ്ങള് കഴിക്കാത്തപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടാവും, നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ചില ഡയറ്റുകളിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോ ആ പേഷ്യൻസിന് സ്വീകാര്യമല്ലാത്തതുണ്ടാവും അല്ലെ? ചിലത് ലഭ്യമാവാത്ത ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതും കൂടി നോക്കണ്ടേ? വേണ്ടേ? ഇപ്പൊ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഡയറ്റ് തയ്യാറാക്കി അതിന് ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ് ആ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളാണ്, ഒരുപാട് പണം നമ്മൾ അതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ഡയറ്റ് തയ്യാറാക്കാൻ വേണ്ടി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഒരുപാട് പണവും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ?
നമുക്കാണ് ആ ഒരു ഡയറ്റ് തരുന്നതെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കുറച്ച് ദിവസം ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് തുടർന്ന് നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡയറ്റീഷ്യൻ എപ്പോഴും ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവരുടെ ബോഡി വെയിറ്റും അവരുടെ രോഗാവസ്ഥയും മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഏതൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് സ്വീകാര്യമാണ്, ഏതൊക്കെ ഫുഡുകൾ അവരുടെ നിയറസ്റ്റ് ആയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് ഡയറ്റീഷ്യൻസ് ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുകയാണ് ഡയറ്റ് കൗൺസിലിംഗിലൂടെ ചെയ്യുന്നത്. Clear ആവുന്നുണ്ടോ? Then patients are usually given a diet to be followed by them along with certain foods either to be discarded or to be performed. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറെ സാധനങ്ങളോട് ഇഷ്ടമുണ്ടാകും, ഇല്ലേ? ഇല്ലേ? നമ്മളെല്ലാവർക്കും നമുക്ക് പ്രത്യേകമായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്, അല്ലെ? ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ ലിസ്റ്റിലില്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഒരു ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആണ്, ഡയബറ്റിസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുര പലഹാരങ്ങളോട് മധുരമുള്ള സാധനങ്ങളോടുമായിരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? നമ്മുടെ ആ ഡയറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഫുഡ്സ് either to be discarded, അല്ലെ? ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടതായിരിക്കും, ചിലത് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും, ഇല്ലേ? ചില ആളുകൾക്കൊക്കെ ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും അത് നല്ല ഹെൽത്തിന് നല്ലതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലത് ഉപേക്ഷിക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അത് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരു ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു ഡയറ്റ് കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ ക്ലിനിഷ്യൻസ് റെഫർ ചെയ്ത് ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് വരുന്ന ഓരോ പേഷ്യൻസിനെയും കൃത്യമായിട്ട് അവരുടെ ബോഡി വെയിറ്റ് നോക്കുന്നു, അവരുടെ രോഗാവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവർക്ക് എന്തൊക്കെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഫുഡ് ഹാബിറ്റ് എന്താണ്, ഏതൊക്കെ ഫുഡുകൾ അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും, ഏതൊക്കെ ഫുഡുകൾ അവർക്ക് സ്വീകാര്യമാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് മുതലായവയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി നൽകുന്നു. അങ്ങനെ തയ്യാറാക്കി നൽകുന്ന ഡയറ്റ് പ്ലാൻസ് കൃത്യമായിട്ട് അവിടുത്തെ പേഷ്യൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് അവർക്ക് അത് റിസൾട്ട് കിട്ടുക, അല്ലെ? അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ചില ഫുഡുകൾ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യണം? ഒഴിവാക്കേണ്ടതായിട്ട് വന്നേക്കാം. ചില ഭക്ഷണങ്ങൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ മുൻഗണന കൊടുത്ത് നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. ക്ലിയർ ആണോ? ഡയറ്റ് കൗൺസിലിംഗ് ഓക്കെ ആണോ? ഓക്കെ. Then third one പറയുന്നത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് സർവീസുകൾ, ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന കാറ്ററിംഗ് സർവീസുകൾ പോയിട്ടുണ്ടല്ലോ. കാറ്ററിംഗിൽ പോയിട്ട് കാറ്ററിംഗ് സർവീസുകൾ നടത്തുന്ന ക്യാൻറ്റീനുകളിൽ പോയിട്ടില്ലേ? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനുകളിൽ പോയിട്ടില്ലേ? അത് തന്നെ. അപ്പൊ ഇവിടെ എന്താണ് നോക്കിയത്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീനുകളുടെ ഫോമിലുള്ള സേവനങ്ങളെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. നമ്മൾക്ക് അവിടെ നിന്ന് ഒരു ക്യാൻറ്റീനിൽ പോയി എന്തൊക്കെ കിട്ടും? മീൽസ് കിട്ടും, അല്ലെ? ഉച്ചഭക്ഷണങ്ങൾ കിട്ടാറുണ്ട്, ടീ കിട്ടും, ചായ കിട്ടാറുണ്ട്, അല്ലെ? കാപ്പി, അതുപോലെ സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടാറില്ലേ? ഉണ്ട്, അല്ലെ? ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഒരു ക്യാൻറ്റീനിൽ, അല്ലെ? ആൻഡ് ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ എ പ്രൈവറ്റ് പാർട്ടി. ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഹോട്ടലിൽ പോകുന്നതിനേക്കാൾ വളരെ ചീപ്പർ ആയിരിക്കും നമുക്കൊരു ക്യാൻറ്റീനിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, ശരിയല്ലേ? ആ ഒരു വിലയിലൊക്കെ കുറവായിരിക്കും, അല്ലെ? കുറവായിരിക്കില്ലേ? പുറമേ നമ്മൾ വലിയൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെ അപേക്ഷിച്ച് ഈ ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന് അധികം വിലയൊന്നും ആവില്ല, അല്ലെ? കുറവായിരിക്കും. And administration can control the quality of food service. ഈ ഒരു ക്യാൻറ്റീനിന്റെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ആ ഫുഡ് സർവീസുകളുടെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ പറയുന്നത് സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. നമുക്ക് ഈ ഒരു സർവീസ് പ്രധാനമായിട്ടും ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ എന്ന രൂപേണയാണ് നടത്തുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റാഫുകൾക്ക്, അറ്റൻഡൻസിന്, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിട്ടുള്ള സന്ദർശകർക്കും ഇതിലെ ഫുഡ് അല്ലെങ്കിൽ ആ സർവീസ് നൽകാറുണ്ട്, ശരിയല്ലേ? ഇപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനങ്ങളാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. അതിലെ ഭക്ഷണം, അവിടെ നമുക്കൊരു സ്റ്റാഫ് ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്, ചായ, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് മുതലായവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ പോകുന്നതിനേക്കാൾ വില കുറവായിരിക്കും ഈ ഒരു ക്യാൻറ്റീനിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു വില എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ആ ഒരു ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി, ആ ഒരു ക്യാൻറ്റീനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സേവനങ്ങൾ പ്രധാനമായിട്ടും സ്റ്റാഫുകൾക്കും അറ്റൻഡൻസിനും അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് മനസ്സിലായോ? ഓക്കെ. ദെൻ അടുത്തത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഹോസ്പിറ്റൽ ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് ഇൻ സർട്ടൻ ലൊക്കേഷൻസ് ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. ഇത് കൂടാതെ ഹോസ്പിറ്റലിൽ നിങ്ങൾ മൊബൈൽ വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? എന്താണ് വെൻഡിങ് മെഷീൻസ്? ചെറിയ ചെറിയ ഇപ്പൊ സ്നാക്സ്, ടീ, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് കണ്ടിട്ടുണ്ടോ? OPD ഏരിയയില് കൂടുതൽ തിരക്കുള്ള ഏരിയാസിലാണ് OPD ഏരിയയിൽ, കാഷ്വാലിറ്റി ബ്ലോക്കുകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ അവിടെ പ്രത്യേകമായിട്ട് അത് എടുത്തു തരാനോ അല്ലെങ്കിൽ ബില്ല് തരാനോ പൈസ വാങ്ങാനൊന്നും ആരും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിൽ ഇത് വരുന്നുണ്ട് കേട്ടോ, വെൻഡിങ് മെഷീൻസ് ഓട്ടോമാറ്റിക് ആണ്. അത് നമ്മള് പൈസ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ആയിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, അപ്പൊ അതിൽ അതിന്റെ പേയ്മെന്റ് കാണിക്കും. ആ പേയ്മെന്റ് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ കിട്ടും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെൻഡിങ് മെഷീൻസ്? കുറച്ചു പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് കണ്ടിട്ടില്ല. ഓക്കെ, ചിലർ കണ്ടിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ മിക്കയിടത്തും ഉണ്ട് കേട്ടോ. അത് തിരക്ക് കൂടിയ ഇടങ്ങളിലാണ്. ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ OP ക്ലിനിക്കുകളിലൊക്കെ ആണെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള തിരക്കുള്ള, ഇതുപോലെ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ ഭാഗത്ത് ഒരുപാട് തിരക്കുള്ള ഏരിയാസ് നോക്കിയാണ് അവരത് സ്ഥാപിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ആണ് കേട്ടോ. ആ മെഷീനിൽ പ്രത്യേകമായിട്ട് ആരും നമുക്ക് ബില്ലടിക്കാനോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് അത് എന്ത് ചെയ്യുന്നു, ഐറ്റംസ്, സ്നാക്സോ ടീയോ കോഫി എന്താണോ വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് അത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുക, ക്യാഷ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു മെഷീൻ ഓട്ടോമാറ്റിക് നമുക്ക് സെലക്ട് ചെയ്ത ആ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിസ്പെൻസ് ചെയ്ത് തരാണ് ചെയ്യും കേട്ടോ. അതാണ് വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അതും ഈ ഒരു കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. ഓക്കെ, ദെൻ fourth one ആണ് education, training and research. Hospital staff such as nurses, nursing aides, residents, technicians, cooks, etc. could be educated considering types of foods, balanced diet, caloric value, etc. The department can have in-service teaching program for the staff. ഡയറ്റീഷ്യൻസിന് മറ്റൊരു റോളാണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, അതായത് നഴ്സുകള്, നഴ്സിംഗ് അസിസ്റ്റൻസിനെയാണ് നഴ്സിംഗ് എയ്ഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റൻസ്, അവിടെയുള്ള റെസിഡൻസ്, താമസക്കാര്, ടെക്നീഷ്യൻസ്, കുക്കുകള് മുതലായ എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ഫുഡുകളെ കുറിച്ചും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്താണ്, ഓരോ ഫുഡിന്റെയും കലോറിക് വാല്യൂ എന്താണ് മുതലായവയെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ പഠനങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുക. ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദി സ്റ്റാഫ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഇൻ സർവീസ് ടീച്ചിങ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തെളിച്ച് തന്നെ ഇൻ സർവീസ് ആയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാമുകളും ഒരു ഡയറ്റീഷ്യൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഡയറ്റീഷ്യൻ നടത്തുന്നത് മറ്റു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണങ്ങൾ കൊടുക്കുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, റിസർച്ചുകളും നടത്താനായിട്ട് ആരുടെ റോൾ ആര് പങ്കുവഹിക്കുന്നുണ്ട്, ഒരു ഡയറ്റീഷ്യൻ പങ്കുവഹിക്കുന്നുണ്ട്. അതിൽ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവർക്കും, ഇപ്പൊ നഴ്സിംഗ് സ്റ്റാഫുകളായിട്ടുള്ള നഴ്സിംഗ് അസിസ്റ്റൻസ് ആയിക്കോട്ടെ, അവിടുത്തെ താമസക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് കലോറിക് വാല്യൂ എന്താണ്, അത് നമ്മുടെ ഡയറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നൽകുന്നു. അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനകത്തായിട്ട് ഇൻ സർവീസ് ആയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാമുകളും സ്റ്റാഫുകൾക്ക് വേണ്ടി നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ 4 റോളുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഡയറ്റീഷ്യന്റെ
പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന 4 റോളുകളാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് മനസ്സിലാവും. ഇൻപേഷ്യൻസ് ആയിട്ടുള്ള, അതായത് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, മീൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വരുന്ന പേഷ്യൻസിന് ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളുടെ രൂപേണ ഡയറ്റ് കൗൺസിലിംഗുകൾ നൽകുന്നു. അതിനനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നു. മൂന്നാമത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപേണയുള്ള സർവീസുകളാണ് വരുന്നത്. ഫോർത്ത് വണ്ണിലെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾക്ക് ഇൻഹൗസ് ആയിട്ടുള്ള സർവീസ് ആയിട്ടുള്ള ഇൻഹൗസ് ആയിട്ടുള്ള സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. മറ്റ് സ്റ്റാഫുകൾക്ക് നഴ്സസ്, മറ്റ് കുക്ക്, അതുപോലെ തന്നെ മറ്റ് റെസിഡന്റ് ആയിട്ടുള്ള അവിടുത്തെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് മുതലായവർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻസും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വേഗം ഒന്ന് ആ 4 റോൾസും വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ റോൾസ്? ഓക്കെ അല്ലേ? 4 ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മിസ് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഫംഗ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.